പബ്ലിക് ക്രിയേഷൻസ് നിങ്ങൾ നോക്കണം കേട്ടോ. ആൾക്കാർ നോക്കുന്നുണ്ടോ? വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോഹിത് ഡൊണാൾഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ 2 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വണ്ടിയുടെ. ആൻഡ് ഫൈനലി ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടി കൈ കിട്ടിയേക്കുവാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പണ്ടത്തെ ആ ഒരു R15 V2 കംപ്ലീറ്റ്ലി R1 കിറ്റ് കയറ്റി വേറെ ലെവലാക്കി എടുത്തേക്കുണ്ട്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന ഈ വണ്ടി. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഫുള്ളി ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളായിരിക്കും. പിന്നെ കാർ ബൈക്ക് മോഡിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. നോട്ടിഫിക്കേഷൻസ് ഓൾ ആകുക. ഒരിക്കലും വിഷമിക്കേണ്ട വരത്തില്ല. കിടിലൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. പുള്ളിയുടെ പേര് NOWFAL എന്നാണ്. പുള്ളിയുടെ വണ്ടിയാണിത്. പിന്നെ പുള്ളി ഒരു ഫ്രണ്ടുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് കേസ് ഇവർ രണ്ടുപേരും. ഗൈസ്, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് നിങ്ങൾ നോക്കി നമ്മുടെ ഒരു R1M ഇൻസ്പയർഡ് കിറ്റാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ളാണ്. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു R1M ഇൻസ്പയർഡ് ഡിസൈനാണ്. കണ്ട, അതിനകത്ത് ഈ ഒരു നമ്മുടെ അപ്പുറം DRLs എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്ലിക്കർ എഫക്റ്റാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ജസ്റ്റ് കാണിച്ചു കൊടുത്തേ ബ്രോ. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് മോഡ് നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ട, ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇഷ്ടമുള്ള ഒരുപാട് മോഡ് ലൈക്ക് നമ്മുടെ അസറ്റ് ഫ്ലാഷർ ഉണ്ടല്ലോ ഗൈസ്, ആ ഒരു യൂണിറ്റ് നമ്മുടെ ഈ ഒരു DRL സെക്ഷനിലായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി കുറച്ചൊരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഒരു ഒറ്റ കളർ അവിടെ നിൽക്കുന്നതിലും ഈ ഒരു സംഭവം ഇങ്ങനെ ഫ്ലാഷ് അടിക്കുമ്പോഴത്തേക്ക് വണ്ടി കുറച്ചും കൂടെ ഭംഗിയാണ്. പിന്നെ അപ്പുറവും ഇപ്പുറവും നമ്മൾ പ്രൊജക്ടർ ലാമ്പ്സ് ആണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ചുറ്റും നമുക്ക് ഏഞ്ചൽ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രൊജക്ടർ ലാമ്പ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ് മാത്രം നമുക്ക് ഇടാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു കൊടുത്തേ ബ്രോ. കണ്ടാ, അപ്പം രാത്രി ഒരു സമയത്ത് ഈ ഒരു 2 ലൈറ്റ് മാത്രം ഇട്ടിട്ട് പോകുമ്പോൾ ആ ഒരു വണ്ടിയുടെ ലുക്ക് എന്തുമായിരിക്കും നിങ്ങൾക്ക് അതിനെ ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഗൈസ്. പിന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു പ്രൊജക്ടറിൽ 3 മോഡാണ് വരുന്നത്. ലൈക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചെടുത്തു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ് ലൈറ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിം ലൈറ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് യൂണിറ്റ് ആണ്. അപ്പം ആ ഒരു 3 മോഡാണ് നമ്മുടെ പ്രൊജക്ടറിൽ വന്നേക്കുന്നത്. പിന്നെ താണ്ട ഈ ഒരു വൈസറൊക്കെ കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് വൈസറും കാര്യങ്ങളൊക്കെയാണ്. താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സെക്ഷൻ കണ്ട, ഇവിടെ നമ്മുടെ ഡ്യൂക്ക് 250 മഡ് ഗാർഡാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ അലോയ്സ് എന്ന് പറഞ്ഞൊരു ക്യാൻഡി റെഡിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വണ്ടി കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു ക്യാൻഡി റെഡ് തീമിനകത്താണ്. ലൈക്ക് ക്യാൻഡി റെഡ് ആൻഡ് ബ്ലാക്ക് എന്നൊരു തീമിലാണ് ഈ ഒരു വണ്ടി കംപ്ലീറ്റ്ലി നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ ഒരു പെയിൻറ്റ് പെർഫെക്ഷൻ എൻ്റെ മോനെ നിങ്ങൾ ഈ ഒരു വണ്ടി കാണണം കേസ് നേരിട്ട്. ലൈക്ക് ഒരു ക്രോം എഫക്റ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും കിടിലുമാണ് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് നേരിട്ട് കാണാൻ. പിന്നെ ആക്ച്വലി ഇപ്പോൾ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ബ്രോയ്ക്ക് ഒരു ഐഡിയ മനസ്സിലുണ്ട്. പുള്ളി അതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒക്കെ സമയം എടുക്കും. നമ്മുടെ ടെയിൽ സെക്ഷൻ ആണ്. ഈ ഒരു ടെയിൽ സെക്ഷൻ കംപ്ലീറ്റ്ലി ഒരു R6 ഡിസൈനിലല്ലേ ബ്രോ ചെയ്തേക്കുന്നത്. ആ ഒരു R6 ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈനിലൊക്കെയാണ് കണ്ടത് ഈ ഒരു ടെയിൽ സെക്ഷൻ ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർബെല്ലിയിൽ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു R6 ഇൻസ്പയർഡ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഒരു R1 കിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു പഴയ V2 കസ്റ്റമൈസ് ചെയ്ത് ഈ ഒരു R1 കിറ്റ് കയറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കംപ്ലീറ്റ്ലി പണിഞ്ഞിറക്കിയിരിക്കുന്നത് നമ്മുടെ റൈസ് മോട്ടോ തന്നെയാണ്. ലൊക്കേഷൻ നമ്മുടെ പോളത്തോടാണ്. താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. പക്ഷേ ഈ ഒരു അടിച്ചേക്കുന്ന പെയിൻറ്റ് കുളമായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രണ്ടിൽ നിന്നൊക്കെ ഇപ്പോൾ നല്ല ലുക്കാണ്, പക്ക ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അലോയ്സ് കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ടാങ്ക് കവറൊക്കെ ആക്ച്വലി ഒരു R6 ഇൻസ്പയർഡ് ഡിസൈനാണ്. പിന്നെ നമ്മുടെ സീറ്റ് കവറൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് എനിക്ക് കാണിക്കുന്നുണ്ട്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡാഷ് ബോർഡ് കണ്ട, ഡാഷ് ബോർഡൊക്കെ കംപ്ലീറ്റ്ലി കസ്റ്റം മെയ്ഡാണ്. ഇത് കസ്റ്റം മെയ്ഡ് കണ്ട ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടതിനകത്ത് ചെയ്തിട്ടുണ്ടോ. അതൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡിലും കസ്റ്റം മെയ്ഡ് ഹാൻഡിൽസാണ് അതിനകത്ത് വന്നേക്കുന്നത്. അപ്പം ആക്ച്വലി വണ്ടിയുടെ റൈഡ് ഇംപ്രഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഹാൻഡിൽ എത്രത്തോളം കംഫർട്ട് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ബ്രംബോയുടെ ബ്രേക്ക് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലിവറും വെച്ചിട്ടുണ്ട്. ആക്ച്വലി ലിവറിന് ഈ ഒരു ക്യാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പായിട്ടാണ് നമ്മളൊരു വീഡിയോ എടുത്തത്. ഇനി ഈ വണ്ടിയുടെ എഞ്ചിൻ ചേസ് കംപ്ലീറ്റ്ലി ഊരിയാണ് നമ്മൾ റീപെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം കണ്ട ആ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചർ പോലെ ഉണ്ട്. അവിടെ എല്ലാം നമ്മളൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. ഓവറോൾ ആ ഒരു ക്യാൻഡി റെഡ് ആൻഡ് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിൽ ഈ വണ്ടി വേറെ ലെവലാണ് കാണാൻ. പിന്നെ അതുകൊണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ലൈറ്റ് ആണ്. പക്ഷേ നമ്മുടെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്
ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സൈലൻസറും അതുപോലെ തന്നെ സ്റ്റോക്ക് സൈലൻസറാണ് വന്നേക്കുന്നത്. സ്പെഷ്യൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയല്ലേ ബ്രോ ഡെയിലി വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്ന് കൊണ്ടു നടക്കാനാണ് പുള്ളിയുടെ ആഗ്രഹം കേസ്. പിന്നെ ആ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയെന്ന് മാത്രം. ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ സ്റ്റോക്ക് കിറ്റ് തന്നെയാണ് വെച്ചേക്കുന്നത്. അത് പുള്ളിക്ക് ഒരു സ്റ്റോക്ക് ഇഷ്ടമായതിൻ്റെ പേര് നമ്മൾ ആ സ്റ്റോക്ക് സംഭവം തന്നെയാണ് വേണ്ട ഈ ഒരു സൈഡിൽ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ റേസ് മോട്ടോ നടക്കുന്ന എല്ലാ വണ്ടികൾക്കും 2 വർഷം അതായത് പെയിൻ വാറണ്ടിയും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുക്കാറുണ്ട്. അത് ഇവിടെ നിന്ന് ഇറങ്ങി ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് അത് തന്നെ കാണാം. ബാക്കി ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ബാർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മറ്റേ സ്റ്റോക്ക് ഇരിക്കുന്നതിനെ കാട്ടി കുറച്ചും കൂടി ഒരു കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു ഹാൻഡിൽ ബാർ ആയപ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിൽ ബാറിനെ കാട്ടി നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി വേറൊരു വണ്ടി ഇരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേസ്. പബ്ലിക് റിയാക്ഷൻസ് നിങ്ങൾ നോക്കണം കേട്ടോ. ആൾക്കാർ നോക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഗോപ്രോ കൂടെ ഉണ്ട്. വണ്ടി ആക്ച്വലി നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ മറ്റേ സ്റ്റോക്കിനെ കാട്ടിയിട്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വേറെ ലെവലിൽ കേട്ടോ. ലൈക്ക് വണ്ടി കുറച്ചും കൂടി ഞാൻ എന്താണ്ട് ഇപ്പം നോർമലി നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ ഹാൻഡ് ബാർ കുറച്ചും കൂടി ഫ്രണ്ട് ലോഡ് ആയിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവരും കാണും, ലൈക്ക് അത് ഇഷ്ടപ്പെടാത്തവരും കാണും. പക്ഷേ പേഴ്സണലി എനിക്ക് വണ്ടി കുറച്ചും കൂടി ലൈക്ക് ഒന്നും കൂടി കുനിഞ്ഞിരിക്കേണ്ട പോലൊരു ഫീലൊക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്നുണ്ട്. വണ്ടി അക്രമമാണ് ആക്ച്വലി. ഇപ്പോൾ വണ്ടിയുടെ റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി ഒരു V2 നിങ്ങൾ ഇവിടം വരെ പിടിച്ചിരിക്കുന്നെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ ലൈക്ക് നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ ബെൻഡായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ നോർമൽ ഇരിക്കുന്നതിനെ കാട്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് കുനിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു സീറ്റിംഗ് പൊസിഷനിൽ നല്ല കംഫർട്ടും അതിൻ്റെ കൂടെ തന്നെ ഒരു കോൺഫിഡൻസും നമുക്ക് കിട്ടും. വണ്ടി ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ ഫ്ലിക്ക് ചെയ്തെടുത്തിട്ട് പോകാൻ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ആ ഒരു പൊസിഷൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേസ്. അത്യാവശ്യം നല്ല വേറൊരു ലെവൽ ഫീലിംഗ് ആണ് ഇപ്പോൾ ഇതിനകത്തിരിക്കുമ്പോൾ. പിന്നെ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റം ഹാൻഡിൽ ബാറാണ് ഇതിനകത്ത് ഫുള്ള് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫുള്ള് വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ളൊരു R1M കിറ്റാണ് കയറ്റിയേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടി പണിഞ്ഞിറക്കാനായിട്ട് നമുക്ക് 40+, അതായത് 40,000 രൂപയ്ക്ക് പുറത്തായിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വണ്ടി കൺവേർട്ട് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ റേസ് മോട്ടോ എന്നാണ് ഈ വർക്ക് ഫുള്ള് ചെയ്ത് ഇറക്കിയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോഡിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓളാക്കി ഇടുക. നമ്മുടെ ഈ ഒരു റോഡിൽ അപ്പോൾ കേസ് അടുത്ത കീടിലൊരു വീഡിയോ ഇട്ട് കാണുന്നവരാ ബബായ്. എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഓടിച്ചൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു കേസ്. പക്ഷേ എന്താ ചെയ്യാനാ, റോഡ് ഫുള്ള് ട്രാഫിക് ആയിപ്പോയി കേസ്. ഒരു തരത്തിൽ പറ്റാത്ത ട്രാഫിക്കാണ്. പിന്നെ ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും വലിയ ഒരു സീനൊന്നും ഇല്ല കേട്ടോ. ബ്രോ അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. പുള്ളിയുടെ പേരാണ് നൗഫൽ. ഇതാണ് ആദിൽ, പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അടുത്ത കിടിലോട്ട് വീഡിയോ കാണുന്നവരെ ബബായ്. നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റ്സ് ആണ്. ഇനി ഒരുപാട് വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ കിടിലൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബബായ്.